ഹലോ ഗായ്സ്, ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ MDC കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫിലെ മൊഡ്യൂൾ 4 ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഡൈ ഡ്രഗ്സ് ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതെങ്ങനെ പഠിക്കാൻ നോക്കാം. ഇതിൻ്റെ നോട്ടും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അക്കോർഡിംഗ് ടു WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, the drug is defined as any substance or product that issued or intended to be utilized to examine psychological systems for the benefit of the recipient. ഡ്രഗ് എന്ന് പറയുന്നത് നമുക്ക് രോഗം വരുമ്പോൾ അത് തടയാനും നമുക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അത് നമ്മുടെ ബോഡിയിലുള്ള പ്രവർത്തനങ്ങളെ മാറ്റം വരുത്തുന്ന ഒരു വസ്തുവാണ് ഡ്രഗ് എന്ന് പറയുന്നത്. സിംപിളി, the English term drug is derived from the French word drogue, which means dry plant. ഈ ഡ്രഗ് എന്ന് പറയുന്ന വേർഡ് എടുത്തിരിക്കുന്ന ഫ്രഞ്ച് വേർഡ് ഡ്രോഗ് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഡ്രൈ പ്ലാന്റ്, ഉണങ്ങിയ സസ്യം എന്നാണ് അർത്ഥം വരുന്നത്. ദർ ആർ മെനി മെത്തേഡ്സ് ടു നെയിം ഡ്രഗ്സ്. ഈ ഡ്രഗ്സിനൊക്കെ പേരിടാൻ വേണ്ടി കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. ദ ട്രോപ്പിക്കൽ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ റീജിയൻ ഓഫ് ഇമ്പാക്റ്റ്. ഓറൽ ഡ്രഗ്സ് ആർ മോർ കൺവീനിയൻറ്റ്. അതായത് നമ്മൾ വായിലൂടെ കഴിക്കുന്ന മരുന്നുകളാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലത്, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പറ്റുന്നത്. സബ്ലിംഗൽ ഡ്രഗ്സ് ആർ പ്ലേസ് അണ്ടർ ദ ടങ് വിച്ച് ഈസ് ഡിസെമിനേറ്റഡ് വ്യൂ മ്യൂക്കൽ മുക്കോസ. സബ്ലിംഗൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് നാവിന് താഴെ വെക്കുന്നവയാണ്. അത് ബ്യൂക്കൽ മുക്കോസ വഴി രക്തത്തിലേക്ക് പ്രവേശിക്കുന്നവയാണ്. അതർ അഡ്മിനിസ്ട്രേഷൻ റൂട്ട്സ് ഓഫ് ഡ്രഗ്സ് ആർ നാസൽ, ഇൻഹാലേഷണൽ ആൻഡ് പെർറെക്റ്റൽ. പിന്നെ നമുക്ക് മരുന്ന് കഴിക്കാനുള്ള വേറെ വഴികൾ എന്ന് പറയുന്നത് മൂക്കിലൂടെ, പിന്നെ ശ്വാസം എടുക്കുമ്പോൾ, പിന്നെ മലദ്വാരം വഴിയാണ് നമുക്ക് പിന്നെ മരുന്ന് കഴിക്കാൻ പറ്റുന്നത്. ഡ്രഗ് ഡിസൈൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇമാജിനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പെസിഫിക് ന്യൂ മോളിക്യൂൾസ് ദാറ്റ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. നോമൻക്ലേച്ചർ ഓഫ് ഡ്രഗ്സ്. തെറാപ്റ്റിക് ഡ്രഗ്സ് യൂസ്ഡ് ആർ ക്ലാസിഫൈഡ് ഇൻടു പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് ആൻഡ് നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ രണ്ടായി തിരിക്കാം, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്നും നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്നും. ഇതിൽ ആദ്യത്തെയാണ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. ദീസ് ഡ്രഗ്സ് ക്യാൻ ബി സോൾഡ് ഓൺലി ബൈ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഡോക്ടറുടെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ലൈസൻസ് ഉള്ള ആൾ എഴുതി കൊടുത്താൽ മാത്രമേ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് കിട്ടത്തുള്ളൂ. അതിനുള്ള എക്സാമ്പിൾസാണ് ആൻറ്റിബയോട്ടിക്സും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മെഡ്സ്. കുറേ എക്സാമ്പിൾസ് ഉണ്ടാകും, അപ്പോൾ നമ്മൾ രണ്ടെണ്ണമൊക്കെ വെച്ച് പഠിച്ചു വെക്കാം. രണ്ടാമത്തെ ടൈപ്പ് ഡ്രഗ്സ് ആണ് നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. ദിസ് ആർ ഓൾസോ നോൺ ആസ് ഓവർ ദ കൗണ്ടർ OTC ഡ്രഗ്സ്. ദിസ് ആർ ജഡ്ജ്ഡ് സേഫ് ആൻഡ് ക്യാൻ ബി സോൾഡ് വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ ഫ്രം എ മെഡിക്കൽ പ്രാക്ടീഷണർ. ഈ നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സിന് OTC, ഓവർ ദ കൗണ്ടർ എന്നും വിളിക്കുന്നു. ഈ മരുന്നുകൾ നമുക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും. അതായത് പെയിൻ റിലീവേഴ്സ്, അസറ്റോമിനോഫെൻ, അതായത് നമ്മുടെ പാരസെറ്റമോളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അതിനൊന്നും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. എവറി ഡ്രഗ് ഹാസ് 3 or more names. എ കെമിക്കൽ നെയിം, എ നോൺ പ്രിപ്പറേറ്ററി നെയിം, ആൻഡ് നോൺ പ്രിപ്പറേറ്ററി ഓർ എ ട്രേഡ് നെയിം, ആൻഡ് ഇൻ സം കേസസ് ആൻ ഒഫീഷ്യൽ നെയിം. എല്ലാ മരുന്നുകൾക്കും 3 കൂടുതൽ പേരുകൾ ഉണ്ടാവും. ഒരു കെമിക്കൽ നെയിം, ഒരു രാസനാമം, ഒരു നോൺ പ്രിപ്പറേറ്ററി നെയിം, അതായത് പൊതുനാമം ഉണ്ടാവും, പിന്നെ ഒരു ട്രേഡ് നെയിം, വ്യാപാരനാമം, പിന്നെ ഒഫീഷ്യൽ നെയിം, പിന്നെ ഒഫീഷ്യലായിട്ടും ഒരു പേരുണ്ടാവും. അതിൽ നമുക്ക് കെമിക്കൽ നെയിമിനെ കുറിച്ച് ആദ്യം പഠിക്കാം. ദ കെമിക്കൽ നെയിം ഈസ് ദ പ്രൈമറി നെയിം ആൻഡ് അക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ ഡ്രഗ്. രാസനാമം അഥവാ കെമിക്കൽ നെയിം അതിൻ്റെ പ്രാഥമിക നാമമാണ്. ഇത് മരുന്നിൻ്റെ കൃത്യമായ ഘടനയെ നമുക്ക് പറഞ്ഞുതരും. Chemical names gives a full account of the arrangement of atoms and groups, but it is very complex and inconvenient to use. കെമിക്കൽ നെയിംസ് നമുക്ക് ആറ്റത്തിൻ്റെയും ഗ്രൂപ്പിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരു ഫുൾ ഇത് തരും. പക്ഷേ ഇത് പറയാൻ വേണ്ടി നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റാത്ത അങ്ങനത്തെ പേരുകളെയാണ് നമ്മൾ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. നോൺ പ്രിപ്പറേറ്ററി നെയിം. The non-preparatory name is given to a drug based on the usefulness of the medicine. മരുന്നിൻ്റെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പ്രിപ്പറേറ്ററി നെയിം. The non-preparatory names are given by the United States Adopted Name USAN Council. Sometimes the non-preparatory names given are difficult to pronounce and remember. ചില സമയത്തൊക്കെ ഈ പേര് ഉച്ചരിക്കാനും നമുക്ക് ഓർക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. Non-preparatory names are used as generic name. It is uniform throughout the world and denotes the active pharmaceutical ingredient. കോമൺ ആയിട്ട് ലോകത്തെല്ലാവരും
ഉപയോഗിക്കുന്നതായിരിക്കും. ഇതിനെ ഏറ്റവും ആവശ്യമുള്ള ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. Ideally, generic names are used by a medical practitioner as it is economical and generally uniform all over the world than the branded names. ഡോക്ടേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത് നോൺ പ്രൊപ്രൈറ്ററി നെയിം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ്പിരിൻ ആൻഡ് പാരസെറ്റമോൾ ആർ ജനറിക് നെയിംസ്. ബ്രാൻഡിൻ്റെ പേരല്ലാതെ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന പേരുകളെയാണ് നോൺ പ്രൊപ്രൈറ്ററി നെയിം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് പ്രൊപ്രൈറ്ററി നെയിം. The name given by the pharmaceutical company, it is shorter and easier to remember. ഈ നെയിം കൊടുക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇത് ചെറുതും പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നതുമാണ്. ഫോർ എക്സാമ്പിൾ, ക്ലോറിഡിയോസ് എപ്പോക്സിയേഡ് is the non-proprietary name given to a drug used for the treatment of anxiety. ഒരു നോൺ പ്രൊപ്രൈറ്ററി നെയിമാണ് ക്ലോറിഡിയോസ് എപ്പോക്സിയേഡ് എന്ന് പറയുന്നത്. അത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആൻസൈറ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ആ മരുന്നിനെ നമ്മൾ ഈ പ്രൊപ്രൈറ്ററി നെയിം ആകുമ്പം ദ ട്രെയിൻ നെയിം ഓഫ് ദിസ് ഡ്രഗ് ഈസ് ലിബ്രിയം. സിമ്പിളായിട്ട് ലിബ്രിയം എന്ന് പറയും. അതിന് അവിടെ നോൺ പ്രൊപ്രൈറ്ററി നെയിം കുറച്ച് വലുതാണെങ്കിൽ ഇവിടെ പ്രൊപ്രൈറ്ററി നെയിം ആകുമ്പോൾ ചെറുതായിട്ട് ലിബ്രിയം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദ ആൻറ്റി ആക്സിഡി ഡ്രഗ് ഡയസം, നോൺ പ്രൊപ്രൈറ്ററി നെയിമാണ് ഡയസ്പം. ആസ് ദ ട്രേഡ് നെയിം കാംപോസ് ഓർ വാലിയം. അതേപോലെ ഇതിനും ചെറിയ പേരാണ് കാംപോസ് ഓർ വാലിയം എന്ന്. സംടൈംസ് എ സിംഗിൾ ഡ്രഗ് മേ ഹാവ് ഡിഫറെൻറ്റ് രജിസ്റ്റേർഡ് ട്രേഡ് നെയിംസ്. ചിലപ്പോൾ ഒരു മരുന്നിന് തന്നെ പല ട്രേഡ് നെയിംസ് ഉണ്ടാവും. എ ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ് യൂസ്ഡ് ഇൻ ദ USA വിത്ത് നോൺ പ്രൊപ്രൈറ്ററി നെയിം പ്രോക്കെയിൻ ഹാസ് ദ നോൺ പ്രൊപ്രൈറ്ററി നെയിംസ് നോവോക്കെയിൻ, പാരഫിൻ. അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന ഒരു ലോക്കൽ അനസ്തെറ്റിക് മരുന്നിൻ്റെ പേര് പ്രൊക്കെയിൻ എന്നാണ്. ഒരു മരുന്നിൻ്റെ ട്രേഡ് നെയിമാണ് നോവോക്കെയിൻ, പാരഫിൻ എന്നൊക്കെയുള്ളത്. അതിൻ്റെ താഴെ കുറച്ച് പേരുണ്ട്. സെർവിക്കെയിൻ, സെർട്ടെയിൻ, എത്തോക്യാൻ, അലോക്കെയിൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാവും. ഈ 3 പേരുകളാണ് പിന്നെയുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്രോഡ്രഗ്. എ പ്രോഡ്രഗ് ഈസ് ദ ഇനാക്റ്റീവ് ഫോം ഓഫ് എ ഡ്രഗ് വിച്ച് ഈസ് കൺവേർട്ടഡ് ടു ദ ഡ്രഗ് ആഫ്റ്റർ മെറ്റബോളിസം. ദ ഡ്രഗ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു 1 or more ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ബിഫോർ ദ ബോഡി യൂട്ടിലൈസസ് ദം. പ്രോഡ്രഗ് എന്ന് പറയുന്നത് ശരീരത്തിൽ പ്രവർത്തനശേഷി ഇല്ലാത്ത രൂപമാണ്, ഇന്നാക്റ്റീവായിട്ടാണ്. മെറ്റബോളിസം കഴിഞ്ഞിട്ടാണ് ഇത് ആക്റ്റീവായി മാറുന്നത്. ഇനിയുള്ള ടോപ്പിക്ക് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഡ്രഗ് ആണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇന്നെടുത്ത ഭാഗങ്ങളെല്ലാം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.